നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ വിഷയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഹുമാനി കോൺഗ്രസിൻ്റെ ദേശീയ നേതാവും ഗവർണറും ഉന്നത പദവി അലങ്കരിച്ച എം ജേക്കബ് സാറിൻ്റെ വാർഷിക ദിനം. ആ മഹാത്മാവിന് ഒരിക്കൽ കൂടി നിത്യശാന്തി നേർന്നു. മറ്റൊന്ന് ശ്രീകുമാരൻ തമ്പി സാർ. അദ്ദേഹം വയലാറിൻ്റെ ശൈലിയല്ല എങ്കിലും നല്ല ഉന്നതരായ ഒരു ഗാനരചയിതാവും സിനിമാ സംവിധായകനാണ്. ശ്രീകുമാരൻ തമ്പി സാറ് പാട്ട് തുടങ്ങിയിട്ട് 50-50 വർഷം. ആ ജീവിച്ചിരിക്കുന്ന ശ്രീകുമാരൻ തമ്പി സാറിന് ഒരിക്കൽ കൂടി ഞങ്ങളുടെയും അഭിനന്ദനവും ആശംസകളും. മറ്റൊരു നാഷണൽ ഫിഷർ ഫാർമേഴ്സ് ഡേ ആണിന്ന്. ദേശീയ മത്സ്യ കർഷക ദിനമായിട്ട് ആഘോഷിക്കുകയാണ്. ആ ദിനത്തിലും അതിനോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന മത്സ്യ കർഷകർക്കും വേണമെങ്കിൽ മത്സ്യത്തൊഴിലാളികൾക്കും മത്സ്യ വ്യാപാരികൾക്കും എല്ലാം ഞങ്ങളുടെ അനുമോദനങ്ങൾ ആശംസിക്കുന്നു. നമ്മൾ സെക്സിനെ കുറിച്ച് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. അതേക്കുറിച്ച് വീണ്ടും ആവർത്തിക്കേണ്ടി വരുന്നു. കാരണം താജ്കിസ്ഥാൻ അവിടെ ആലപ്പുഴക്കാർ ഇപ്പം എല്ലാം ജാതി പറയാണല്ലോ. സാധാരണ ആലപ്പുഴക്കാർ ഒരു പെൺകുട്ടി പറയുള്ളൂ. ഇപ്പോൾ ആലപ്പുഴക്കാർ ഹിന്ദു പെൺകുട്ടി, മലപ്പുറത്താൻ്റെ ഹിന്ദു ഒരു മുസ്ലിം പയ്യൻ ഒരുമിച്ച് പഠിക്കുകയാണ്, ഒരുമിച്ച് താമസിക്കുകയാണ്. അങ്ങനെ ആ പയ്യൻ ലാപ്ടോപ്പ് കൊണ്ട് അടിച്ച് ആക്രമിച്ചു ആ പെൺകുട്ടിയെ കൊലപ്പെടുത്തി. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ഇവിടെ സെക്സ് എന്ന വിഷയം വരുന്നുണ്ട്. ഇത് 100% പേരും ഇഷ്ടപ്പെടുന്ന സെക്സ് എന്നുള്ളത്. അത് ലഹരി ഇഷ്ടപ്പെടുന്നുണ്ട്, പക്ഷെ അത് ഇന്നും 1% പോലും വന്നില്ല ലോക ജനസംഖ്യയിൽ. സെക്സ് എന്നത് 99%, 100% പറയാലോ, പക്ഷെ അതിൽ 100% പറയാം, അതിൽ 99% അനുകൂലിക്കുന്നതാണ്. ഉദാഹരണം പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, മനഃശാസ്ത്ര വിദഗ്ധൻ പറഞ്ഞ പോലെ 6 മാസമായ കുട്ടികൾക്ക് പോലെ 90 വയസ്സ് കഴിഞ്ഞ വൃദ്ധന്മാർക്കും എല്ലാം സെക്സ് അപ്പീലുണ്ട്, സെക്സ് താല്പര്യമുണ്ട്. പണ്ട് കേരളത്തിലെ ഒരു പ്രശസ്ത കോളേജിൽ അവിടെ മരത്തിൻ്റെ സ്റ്റെയർ കേസാണ്, വലിയ സ്റ്റെയർ കേസാണ്, പടികൂടാണ്. അങ്ങോട്ടും ഇങ്ങോട്ട് പോകും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുമ്പോൾ പെൺകുട്ടികൾ ഇറങ്ങി വരുമ്പോൾ ആൺകുട്ടി കയറാൻ പാടില്ല എന്നൊരു അലിഖിത നിയമം ഉണ്ടായിരുന്നു. അത് ഇനി ഇപ്പോൾ പെൺകുട്ടികൾക്ക് വേറെ കയറ്റി വേറെ സ്റ്റെയർ കേസ്, ആൺകുട്ടികൾക്ക് വേറെ സ്റ്റെയർ കേസ്. പുല്ലപ്പള്ളി സ്കൂളിലൊക്കെ പെൺകുട്ടിക്ക് ഒരു സ്റ്റെയർ കേസ് വേറെ, ആൺകുട്ടിക്ക് വേറെ സ്റ്റെയർ കേസാണ്. അങ്ങനെയൊക്കെ ഉണ്ട്. ഇത് വർഷങ്ങൾ കാര്യമാണ്. അന്ന് പെൺകുട്ടികൾ ഇറങ്ങി വന്നപ്പോൾ ഒരു ആൺകുട്ടികൾ കയറിപ്പോയി. അത് പരാതി വന്ന് പ്രിൻസിപ്പാളിൻ്റെ മുമ്പിൽ വന്നു. ഇത് ശ്രദ്ധിച്ച് കേൾക്കണം, മനഃശാസ്ത്രമാണ്. അപ്പോൾ കുട്ടികൾ ചോദിച്ചു, പ്രിൻസിപ്പാളിന് മുമ്പിൽ ആ കുട്ടികൾ പതറിയോ. അന്ന് ആ വെൽ ബോട്ടം പാൻറ്റാണ്, ആന പോലത്തെ വലിയ പാൻറ്റ്, പണ്ട് ഈ ജയനൊക്കെ ഇടുന്നില്ല അതുപോലെ. മറ്റ് പാവാട പോലെ വലിയ അമ്പർല കട്ടി പാവാടയുണ്ട്. അതൊക്കെ മനുഷ്യന് കാല് വിട്ട് അതിൻ്റെ ഒരുപടി അകലെ നിൽക്കുന്നത് അത്ര വലിപ്പമുള്ള. അപ്പോൾ ആ കുട്ടികൾ പറഞ്ഞത്, സാറേ, ആ പെൺകുട്ടികൾ ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ, ഞങ്ങൾ കയറിപ്പോകുമ്പോൾ ഞങ്ങളുടെ പാൻറ്റ് വെൽബോട്ടം പാൻറ്റിനും അവരുടെ പാവാട നമ്മൾ മുട്ടുമ്പോൾ ഒരു സുഖം, അത് വേണ്ടിയത്. പിന്നെ സാറിന് പറയാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ ഈ സെക്സ് എന്ന് പറഞ്ഞാൽ സെക്സോളജി, അത് ലോകത്തിൽ ഏറ്റവും വലിയ ശാസ്ത്രമാണത്. ഈ ധനതത്വശാസ്ത്രം എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ ശാസ്ത്രമാണത്. കടൽ ബോഡിലാണ്. അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ആർക്കും സാധിക്കുന്നില്ല. അത്ര കണ്ട് വിപുലമായും വിശാലവുമായ രഹസ്യങ്ങളുടെ ഉറവിടമാണ് സെക്സ് എന്നുള്ളത്. ആ സെക്സ് കൈകാര്യം ചെയ്യുമ്പോഴാണ്, അതാണ് ഇസ്ലാം പറഞ്ഞില്ലേ, എന്താണ് പറഞ്ഞത്, ഇതിൽ ഏറ്റവും കൂടുതൽ അകൽച്ച വരുന്നത് തള്ളയും മകനും തമ്മിലാണ്. അച്ഛനും മകനും തമ്മിൽ അത്ര അകൽച്ച വരുന്നില്ല. അങ്ങനെയുള്ള മകനും അമ്മയും തമ്മിൽ ഒരു മുറിക്കത് തനിച്ച് കിടക്കരുതാണ് ഇസ്ലാം നിർദ്ദേശിക്കുന്നത്. നിർദ്ദേശമുള്ളൂ, തലതമ്മില്ല. കാരണം അത്ര അപകടമാണത്. മൈനസും പ്ലസ് നെഗറ്റീവും പോസിറ്റീവും 1 2 0 1 അങ്ങനെയുള്ള ബന്ധങ്ങളാണ്. ഒന്നിനത് കൊതുകിന് വരാണ്ടില്ല, ഏത് ജീവിക്കുകൊണ്ട് സെക്സ്. അപ്പോൾ ആസാമിൽ, നമ്മുടെ ഇന്ത്യയിൽ ആസാമിൽ വർഷങ്ങൾക്ക് മുമ്പ് കോളേജിൽ ഹോസ്റ്റലിൽ ആൺകുട്ടികൾ ഒരുമിച്ച് താമസിക്കാൻ കൊടുത്തു. 6 മാസം കഴിയുമ്പോൾ 90% പിള്ളേരും ഗർഭിണിയായി.
ഒന്ന് ആലോചിച്ച് നോക്ക്. അത്രയും അതിവിപുലവും അതിവിശാലവുമായ ആ ബന്ധമുള്ള ലിങ്കുള്ള ഒരു വിഷയത്തിൽ രണ്ട് കൂട്ടം ഒരുമിച്ച് താമസിക്കുക എന്ന് പറഞ്ഞാൽ ദൈവമൊന്നുമില്ല. പ്രവാചന്മാർ പോലും പെൺവിഷയത്തിൽ മാറി കുറ്റവാളിയുണ്ട്. പിന്നെ പറയാൻ പറ്റുമോ? അങ്ങനെ സംഭവിച്ചു. അപ്പൊ ഈ താജിക്കിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാനിൽ പറ്റുമോ? ഒരുമിച്ച് താമസിക്കണം ആ കുട്ടിയും പെൺകുളിക്കും. എന്താണെന്നറിയോ? ഇപ്പൊ മനുഷ്യര് ചോറ് കണ്ട് ഇറങ്ങണമെങ്കിൽ അല്പം സെക്സി ഉള്ള രീതി കാണണം, അതുപോലെ പാട്ട് കേൾക്കണം, ഡാൻസ് കാണണം, അല്ലെങ്കിൽ ഫോൺ കേൾക്കണം. അത്ര വിപുലമായിട്ട് ആൾക്കാർ അങ്ങനെ അടിമപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ അടിമപ്പെടുത്തി പിള്ളേരെല്ലാം വളരെ മോശമായി, പ്രത്യേകിച്ച് ഫിസിക്കലി, മെൻ്റലി ആൻഡ് ഇക്കോണമിക്കലി എല്ലാ നിലക്കും വിദ്യാർത്ഥികൾ ഉൾപ്പെടെ യുവതലമുറ വളരെ മോശമാണ്. യുവതലമുറ മാത്രമല്ല, പൊതുതലമുറ. നമ്മൾ 90 വയസ്സുകാർ പോലും ഫോൺ സിനിമ കാണുന്നത് പറയുമ്പോൾ എവിടെ എത്തി കാര്യം? അങ്ങനെ ഉള്ള സ്ഥലത്താണ് 10, 18, 19 വയസ്സുള്ള പെൺകുട്ടിയും 10, 20 വയസ്സുള്ള ആൺകുട്ടിയും നമ്മൾ ഒരുമിച്ച് താമസിപ്പിക്കുന്നത് ഹോസ്റ്റലിൽ. ഒരു ബിൽഡിങ് 2 ഹോസ്റ്റൽ അങ്ങനെയല്ല, ഒരുമിച്ച് താമസിക്കാവുന്ന വേണ്ട ആസാമിൽ ചെയ്തതുപോലെ. അപ്പോൾ അത് സംഭവിക്കില്ലേ? ഇപ്പം എന്ത് പറ്റി? ആ വീട്ടുകാർക്ക് നഷ്ടപ്പെട്ട് ഒരാൾ നഷ്ടപ്പെട്ട് മറ്റു നഷ്ടപ്പെട്ടേക്കാൾ കഷ്ടം ജയിലിലോ അല്ലെങ്കിൽ ശിക്ഷ അനുഭവിക്കും. എന്തൊരു പാടുപെട്ട് എന്തെല്ലാം പ്രതീക്ഷയിലാണ് നമ്മൾ അവരെ വിട്ടത്. അപ്പോൾ ശ്രദ്ധിക്കണമെന്ന് എന്തെന്ന് ശ്രദ്ധിക്കണം, വിടാതിരിക്കാൻ പറ്റുമോ? അപ്പോൾ അതിസങ്കീർണമായ ഈ വിഷയത്തിൽ സ്ഥാപനം നടത്തുന്നവരും എന്നെ ശ്രദ്ധിക്കണം. പക്ഷെ ഇപ്പം എല്ലാം ബിസിനസ്സാണ്. എല്ലാം സെക്സ് കാണിച്ച ബിസിനസ് എല്ലാം ഏതിലും. ഞാനിവിടെ ആണുങ്ങൾ മാത്രം പരസ്യ കമ്പനിയുടെ പറഞ്ഞു, ആണുകൾ മാത്രം ഉപയോഗിക്കും, പെണ്ണിൻ്റെ പരസ്യം കൊടുക്കും, പെണ്ണുങ്ങളെ കൊണ്ട് പരസ്യം കൊടുപ്പിക്കാം. അപ്പം എല്ലാം തോന്നും. അപ്പം അവർക്ക് അത് കാണിക്കണം. അങ്ങനെയാണ്. അപ്പോൾ വളരെ ശ്രദ്ധിക്കുക പറയാണ്. മറ്റൊന്ന്, പുത്തലിബായി നിങ്ങൾ കേട്ടു? പുത്തലിബായി പുലന്തേവി നിങ്ങൾ കേട്ടിട്ടുണ്ട്? പുത്തലിബായി ഞങ്ങൾ പുലന്തേവിക്ക് മുമ്പുള്ളൊരു കൊള്ളക്കാരൊന്നുമില്ല. അവർ ഇത്തിക്കരപ്പാക്കി പിന്നെ കായങ്ങൾ കൊച്ചിന് അവർ കൊള്ളക്കാരല്ല. അവർക്ക് സാമൂഹ്യ രീതി പ്രവർത്തിച്ചു തരാം. ആ സാഹചര്യത്തിലാണ് പുലന്തേവി എങ്ങനെയാണ്? പുലന്തേവിയെ അവിടുത്തെ സവർണ മേധാവികൾ ബലാത്സംഗം ചെയ്തപ്പോഴും വാശി പിടിച്ച് അവർ ആളെ കൂട്ടി അങ്ങനെ കള്ള സെറ്റ് ഉണ്ടാക്കി പോയതല്ലേ. എന്നിട്ട് അവർ വെടിവെച്ചു വന്ന അവസരം അവർക്കൊക്കെ കൊടുത്ത ട്രെയിനിങ് അല്ലെങ്കിൽ പരിശീലനം. ഈ പുത്തലിബായി ഒക്കെ കക്കാൻ കൈ വെട്ടാണെങ്കിൽ വളം എടുക്കില്ല, കൈ വെട്ടിയെടുക്കുള്ളൂ, ഊരിയെടുക്കില്ല. ചെവിയാണെങ്കിൽ കാതടത്തെടുക്കും, മോതിരാണെങ്കിൽ കൈവേലെടുക്കും, അങ്ങനെ എടുക്കും, അങ്ങനെ എടുത്തോളൂ. ചിലർ കൊന്നെടുക്കുള്ളൂ. അത് ഒരു ശീലമാണ്, അവർക്ക് കിട്ടിയ ആ പരിശീലനമാണ്. അതുപോലെ സംഘപരിവാർ കൊടുത്ത പരിശീലനം എത്ര മ്ലേച്ഛമായ പരീക്ഷ അവർ ചാകെ കൊടുത്തറിയോ? അതുപോലെ മറ്റ് പല സംഘങ്ങളും ഉണ്ടായിരിക്കട്ടെ, ഇല്ലെന്നൊന്നില്ല. പക്ഷേ ഇത്രയും വിപുലമായ രീതിയിൽ മറ്റു സംഘടന കൊടുത്തില്ല. അത്ര മോശമായിട്ടാണ് ജാതീയമായിട്ടും. ഒരിക്കലും BJPയുടെ അല്ലെങ്കിൽ RSSന്റെ 2 നേതാക്കൾ എറണാകുളത്ത് പത്രസമ്മേളനത്തിൽ ഒരു മുസ്ലിം അവതാരിയുണ്ട്, ഉയർന്ന ഉദ്യോഗസ്ഥൻ. അയാൾ പേര് പറഞ്ഞ മുസ്ലിം, അത് മുഹമ്മദ് കർബന്നോ 8 പേരുണ്ട്. അത് മുസ്ലിം അറിയിക്കാൻ വേണ്ടി, അത് ജാതി അറിയിക്കുന്ന രീതി. ഇപ്പം ഞങ്ങൾ പറഞ്ഞു വരുന്നത് ഇനി ഇതൊന്നും പറയാൻ അവസരം കിട്ടിയിരിക്കില്ല. ഇവിടെ ഇപ്പോൾ ഒരു റോസാ ചെടി തോട്ടം, 2 മക്കൾ. ആ മക്കളോട് മൂത്ത ആളോട് അച്ഛൻ പറഞ്ഞു, മോനെ റോസാ ഈ തോട്ടം നനക്കാൻ പറഞ്ഞു. ആ പോകാം അച്ഛാന്ന് പറഞ്ഞു. രണ്ടാമത്തെ മകളോട് പറഞ്ഞു, ഞാൻ പോകില്ല അച്ഛാ പറഞ്ഞു. അപ്പം അതിൽ ഏതാണ് കൂടുതൽ സത്യസന്ധരെന്നും രണ്ടുപേരും പറഞ്ഞല്ല ചെയ്തില്ല എന്ന് പറയും. ഇവിടെ ആ ചോദ്യത്തിൽ വരുന്നത് ആരാണിത് സത്യം പറഞ്ഞ ആളുകളാണ്. ഞങ്ങൾ ആ വിഷയം മാറ്റിയിട്ട് ആര് ചെയ്തത്? നെഹ്റു വലിയ നിരീശ്വരവാദി അല്ലെങ്കിൽ മതകാരൊന്നും അല്ലാത്ത ആളാണ് നെഹ്റു. അപ്പോൾ ആ നെഹ്റു പോലും ആ വിഗ്രഹം കൊടുത്ത് വച്ചപ്പോൾ എടുത്ത് മാറ്റാൻ പറഞ്ഞല്ലാതെ മാറ്റാൻ ശ്രമിച്ചില്ല. അന്ന് ആഭ്യന്തര കഴിയുന്ന അവർ പിന്നെ സമ്മതിക്കില്ല. നെഹ്റു പറഞ്ഞു എടുത്ത് മാറ്റാം, അത് മറ്റേ നദിയിൽ ഒഴുക്കാൻ പറഞ്ഞു. പക്ഷെ ഒന്നും ചെയ്തില്ല. അതിപ്പോൾ പൊള്ളിയേക്കില്ല. അതുപോലെയാണ് ഇവിടെ ഇപ്പം ജിന്ന സാഹിബ് എടുത്തു കഴിഞ്ഞാൽ സമൂഹമേ, പ്രത്യേകിച്ച് മുസ്ലിം സമൂഹമേ, ജിന്ന സാഹിബ് വാസ്തവം മുസ്ലിം പോലും ആയിരുന്നില്ല. 10 മാസം കഴിക്കുകയും നോമ്പ് പിടിക്കാതെയും
ഒക്കെ ഇരിക്കുന്നത് എന്ത് മുസ്ലിമാണ്? എന്നിട്ടും അദ്ദേഹം മുസ്ലിമായിട്ട് അറിയപ്പെടുന്ന കാരണം ഭരണം നിലനിർത്തണം. ഇസ്ലാമിക രാജ്യമല്ലേ, ഭൂരിപക്ഷം മുസ്ലിങ്ങളല്ലേ. അപ്പോൾ മുസ്ലിമായിരുന്നു. ഇന്ദിരാഗാന്ധി അത്ര മത തീഷ്ണത അല്ലെങ്കിൽ മത കൂടുതലാളൊന്നുമില്ല. പക്ഷെ അവർ മതം ഉപയോഗിച്ചത് എങ്കിലും ഭരിക്കാൻ പറ്റുള്ളൂ. അതുപോലെ ഹിന്ദു രാജ്യമായി ഇന്ത്യയിൽ ഇനി അല്പസ്വല്പ ദേശീയവാദിയായ മതേതരവാദിയായ നേതാക്കൾ ഉണ്ടെങ്കിലും അവർ അവസാനം ഹിന്ദുവൽക്കരണത്തിന് സപ്പോർട്ട് ചെയ്യും. ഉദാഹരണം പറഞ്ഞാൽ മമതാ ബാനർജിയുടെ പാർട്ടി ഇപ്പം എല്ലാം BJP പോയില്ലേ. അത് രണ്ടു കാരണം, ഒന്ന് അഴിമതി വരുമ്പോൾ അത് മാറാൻ വേണ്ടി ചേരും, അങ്ങനെ ചേർന്ന് അങ്ങനെ എല്ലാവരും അവസാനം BJP ഇങ്ങനെ പോകും. അങ്ങനെ പോയി കഴിഞ്ഞ് ഇപ്പൊ ഇന്ത്യയിൽ മുസ്ലിങ്ങളെ സംബന്ധിച്ച് കടലിനും ചെകുത്താനും എടുക്കുന്ന പണ്ട് ഞാൻ പ്രസംഗത്തിൽ പറയാറുണ്ട്. അന്ന് BSPയിലുണ്ട്. ഇപ്പോൾ ഒറ്റപ്പാലത്ത് ഒരു വലിയ യോഗത്തിൽ സദസ്സിൽ പ്രസംഗിച്ചാണ്. എന്താ കാരണം? ഒരു വശത്തോടി BJP, ഒരു വശത്തോടി കോൺഗ്രസ്, രണ്ടും ശക്യമല്ല എന്നുള്ളതില്ല. അപ്പം അതുപോലെ മുസ്ലിങ്ങളെ സംബന്ധിച്ച് BJP സപ്പോർട്ട്, ഞാൻ പലപ്പോഴും പറഞ്ഞു, BJP സപ്പോർട്ട് ചെയ്ത് അതും അപകടമാണ്. സപ്പോർട്ട് ചെയ്യാതിരുന്നാലും അപകടം, എങ്ങനെ ചെയ്താലും അപകടമാണ്. എങ്ങനെ നമ്മൾ ഉപദേശിക്കാൻ പറ്റും? നമ്മൾ വീട്ടിൽ നടന്നു പോയപ്പോൾ അമ്മായിയമ്മയുടെ ശരീരത്തിലെ തുണി മാറിക്കിടക്കുക നമുക്ക് കണ്ടുകൊണ്ട് പോകാൻ പറ്റുമോ, എടുത്തിടാൻ പറ്റുമോ? രണ്ടും അപകടത്തില്ലേ. അതുപോലെ ഇന്ത്യയിൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചപ്പോൾ രണ്ടും അപകടത്തിലാണ്. BJPയിലേക്ക് സപ്പോർട്ട് ചെയ്താലും ഭവിഷ്യത്തുണ്ടാവും, ചെയ്യുന്നില്ലെങ്കിലും ഭവിഷ്യത്തുണ്ടാവും. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് മുസ്ലിം സമുദായം എന്ത് ചെയ്യണമെന്ന് ഉപദേശിക്കാൻ പറ്റിയ ഒരു രീതി അല്ലെങ്കിൽ ഒരു സത്യാവസ്ഥ കിട്ടുന്നില്ല. എത്ര മനഃശാസ്ത്ര വിദഗ്ധനായാലും എത്ര മനഃശാസ്ത്ര വിദ്യാർത്ഥിയായാലും അവന് ഉപദേശിക്കാൻ പറ്റുന്നില്ല. രണ്ടിലും അപകടമുണ്ട്. അപ്പൊ എന്താ ചെയ്യുക? ഇങ്ങനെ കളിച്ച് മമതാ ബാനർജി പാർട്ടി BJPയിൽ പോയതുപോലെ ഈ കോൺഗ്രസിൽ നിൽക്കുന്ന ബാക്കിയും കമ്മ്യൂണിസ്റ്റ് ബാക്കിയും എല്ലാം അവസാനം അങ്ങോട്ട് പോകും. അവരവിടെ അഭയം തേടും. അപ്പൊ ഇപ്പൊ മുസ്ലിങ്ങൾക്ക് അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾ സംരക്ഷിച്ചു തരാം എന്ന് പറയുന്ന കോൺഗ്രസും ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളും നിൽക്കുകളില്ലാതെ വരുമ്പോൾ അങ്ങോട്ട് ചായും. എന്നുവെച്ചാൽ ഈ ഒരു തിട്ട എന്തല്ല, മൺചിറ, വലിയ മണ്ണുണ്ടാക്കിയ ചിറയാണ്, വെള്ളം കിടക്കാണ്. പക്ഷെ അതിൽ സൂചിക്കുത്ത് വീണാൽ പിന്നെ എല്ലാം ഒലിച്ചു പോകും. അതുപോലെ തന്നെ ഈ രാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞാൽ ഒരു മൂവ്മെന്റ് അല്ലെങ്കിൽ ഒരു ആവേശം ആണല്ലോ. എന്താണ് ട്രെൻഡ് എന്നൊക്കെ പറയുന്ന പോലെ. അങ്ങനെ ആ BJPക്ക് അങ്ങ് ട്രെൻഡ് ഉണ്ടെങ്കിൽ പലരും അങ്ങോട്ട് ഒഴുകും. അങ്ങനെ വരുമ്പോൾ ഇപ്പോഴത്തെ അങ്ങോട്ട് പോകും, ഓട്ടോമാറ്റിക് പോകും. അതാണ് ഏത് നിലക്ക് ശ്രദ്ധിച്ചാലും ഇന്ത്യയെ സംബന്ധിച്ച്, ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾ പ്രത്യേകിച്ച് മുസ്ലിങ്ങളെ സംബന്ധിച്ച് വലിയൊരു പ്രതിസന്ധിയാണ് അവർ നേരിടാൻ പോകുന്നത്. അവർക്ക് ഒറ്റക്ക് നിന്ന് ഇതിനെ എതിർക്കാൻ പറ്റില്ല. കൂടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടിയാണ്. പ്രതിപക്ഷ പാർട്ടി എന്നാൽ കോൺഗ്രസിനാണ് നയിക്കുന്നത്. ആ പാർട്ടിക്ക് വേണ്ടത്ര ശുഷ്കാന്തിയില്ല, വേണ്ട കഴിവില്ല. അപ്പം ഇത് മഹാരാഷ്ട്രയിലെ മന്ത്രി പറഞ്ഞറിയുമോ, അവിടെ ക്രിസ്ത്യൻ സ്ഥാപനങ്ങളെ കുറിച്ച് അന്വേഷിച്ചിട്ട് വ്യക്തമായ രേഖയിൽ എല്ലാം ചോദ്യം ചെയ്യുമെന്നാണ്. അതായത് സിംഹം ആട്ടിൻകുട്ടി പിടിക്കാൻ പോകുന്നു. അപ്പോൾ എന്തായിട്ട് എന്നെ പിടിക്കാതെ നിങ്ങൾ കേട്ടെ എന്താ ചോദിപ്പാറ്, നീ വെള്ളം കലിക്കുന്നത്? അയ്യോ പൂജ്യമായിട്ട് ഞാൻ കലിക്കില്ല. എന്നാൽ നിന്റെ അപ്പൂപ്പൻ കലിക്ക് കാണും. ഏത് അപ്പൂപ്പൻ കലിക്കുന്നില്ല, കലിക്ക് കാണുമെന്ന്. എന്നാലും എന്ത് കാരണം പറഞ്ഞാലും ഇയാൾ തിരണം. അതുപോലെയാണ് ക്രിസ്ത്യൻ സമുദായം വർഷങ്ങൾക്ക് മുമ്പ് ന്യായമായിട്ട് അന്യായമായിട്ടൊക്കെ പലതും ഉണ്ടാക്കിയിട്ടുണ്ട്. അതെല്ലാം ഇപ്പം ചോദിക്കുകയെന്ന് പറഞ്ഞാൽ BJP ഭരണത്തിൽ വന്നതിന് ശേഷം മുസ്ലിം സമുദായമോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ സമുദായം ന്യൂനപക്ഷങ്ങളോ അന്യാധീനമായി അല്ലെങ്കിൽ അനാവശ്യമായി എന്തെങ്കിലും കൈയെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ചോദ്യം ചെയ്യാൻ ന്യായം വേണം. ഇത് പണ്ട് കിടന്ന കാര്യം ഇപ്പോഴും ചോദിക്കാതുള്ളത് അത് വൈരാഗ്യ ബുദ്ധിയല്ലേ, അത് പ്രശ്ന സങ്കീർണമാക്കൂല്ലേ. അങ്ങനെ നോക്കിയാൽ ഈ ജനന സർട്ടിഫിക്കറ്റ് ഇന്ത്യയിൽ വന്ന് എത്ര കാലമായി, വസ്തു രജിസ്ട്രേഷനുമായിട്ട് എത്ര കാലമായി? വളരെ കുറച്ച് കാലമേ ഉള്ളൂ. 200, 300, 1000 വർഷം മുമ്പൊക്കെ ഉള്ളവരൊക്കെ എന്ത് രജിസ്ട്രേഷൻ, എന്ത് ജനന സർട്ടിഫിക്കറ്റ്, അതൊക്കെ ഒരു കൈവശം അങ്ങോട്ട് പോകണം. ഒരു വാക്കാൽ പറയുന്നതാണ് അതൊക്കെ. അതിപ്പോൾ അത് വാക്കാൽ പറയാൻ രേഖ വേണ്ടി പറഞ്ഞാൽ 1000 വർഷം മുമ്പുള്ള അല്ലെങ്കിൽ 10-20 വർഷം മുമ്പുള്ള ക്രിസ്ത്യൻ സ്ഥാപനങ്ങളൊക്കെ രേഖ കാണിക്കാൻ പറ്റുന്നുണ്ടാവുമോ? മുസ്ലിങ്ങളെ കാണിക്കാണ്ടാവോ? അപ്പോൾ ഇതൊക്കെ സങ്കീർണമാക്കി നശിപ്പിക്കുക എന്നുള്ളത്. അങ്ങനെ ഏകപക്ഷീയമായിട്ട് ഹിന്ദുത്വ രാഷ്ട്രം എന്ന് പറഞ്ഞാൽ ഹിന്ദു രാഷ്ട്രമല്ല ഉദ്ദേശിക്കുന്നത്. അവിടെ ഒരു ഗ്രൂപ്പിന് അവൻ്റെ ആധിപത്യം നിലനിൽക്കണം. അതാണ് അതിൻ്റെ കളി. ഏതാണ്ട് അടുത്തടുത്ത് വരാണ്, അവർ സംശയമില്ല. ഇതൊന്നും മുസ്ലിങ്ങൾ മനസ്സിലാക്കാതെ അറിയാതെ കോൺഗ്രസിനും കുറച്ച് പേരും കമ്മ്യൂണിസ്റ്റും
ഇംഗ്ലാമിൽ ചേർപ്പുണ്ട്. ഇവരൊന്നും നിങ്ങൾ അത്യാവശ്യം വരുമ്പോൾ ആപത്ത് വരുമ്പോൾ സഹായിക്കാൻ പറ്റില്ല. കോൺഗ്രസ്സുള്ള പ്രതിപക്ഷ പാർട്ടി നേതാവും തലപ്പത്തിരിക്കുന്നത് രാഹുൽ ഗാന്ധിയുള്ള മെയിൻ ആളിപ്പോൾ. ഈ രാഹുൽ ഗാന്ധിയൊക്കെ ഇവിടെ മുസ്ലിങ്ങൾ തല്ലി കൊന്നിട്ട് എന്താ വേണ്ടത്? മിണ്ടിട്ട് കാര്യമില്ല. അതാണ് മിണ്ടുന്നില്ല. എന്നാൽ അത് കാരണം അദ്ദേഹത്തെ അങ്ങനെ ഓപ്പണി പറയാൻ പറ്റില്ല. അദ്ദേഹം നല്ല ക്ലിയർ അല്ല. അദ്ദേഹത്തിന് ഇതുമാണ് കൃത്യമായും പറയുന്നില്ല. എന്താണ് പറയുന്നത്? ഇവിടെ ജാതി മാത്രം ഉപജാതി നോക്കുന്നത് ഇന്ത്യയിൽ അങ്ങനെയൊക്കെ പറഞ്ഞാൽ പറ്റുമോ? വലിയ പ്രതിസന്ധിയിലാണ് ഇപ്പോൾ. സതീശൻ പറഞ്ഞാലും രമേശ് ജി പറഞ്ഞാലും ഏത് ജി പറഞ്ഞാലും കാര്യങ്ങളെല്ലാം കേരളത്തിൽ പോലും അപകടത്തിലേക്കാണ് പോകുന്നത്. അത് പരിഹാരം കാണാൻ ഞാൻ ഇവിടെ അന്ന് ഗാന്ധി എല്ലാവരും കുറ്റം. ഗാന്ധി എന്നുണ്ടായതെങ്കിൽ ആ വിഗ്രഹം അവിടെ വയ്ക്കാൻ സമ്മതിക്കില്ല. വച്ചതെടുത്ത് മാറ്റി ചെയ്തത്. അത് ഗാന്ധി മരിച്ച് ജനുവരി 30 മരിക്കുന്നു. അതിനുശേഷമാണ് 48 ഒരു വിഗ്രഹം കൊണ്ട് വെച്ചു. ജൂലൈയിൽ മറ്റാണ് ഗാന്ധി മരിച്ച് 5-6 മാസം കഴിഞ്ഞപ്പോഴാണ്. ഇപ്പം മനസ്സിലായി എന്തൊരു ഗാന്ധി കൊന്നുള്ളു. ഇതൊക്കെ ബുദ്ധിയുണ്ടെങ്കിൽ മനസ്സിലാക്കണം നിങ്ങൾ. ഇതൊക്കെ വലിയൊരു ശൃംഖലയാണ്. അത് നൂറ്റാണ്ട് പഴക്കമാണ്. എന്നാൽ രാഹുൽ ഗാന്ധിയും രാജീവ് ഗാന്ധിയും സോണിയാഗാന്ധി നമ്മൾ എങ്ങനെ പരിചയം വന്നു, എങ്ങനെ വിവാഹം കഴിച്ചു, എന്താണ് എൻ്റെ കാരണങ്ങൾ, സാഹചര്യം എന്ന് നമ്മുടെ സ്വാമിനാഥ് ചോദിച്ചില്ലോ. സുബ്രഹ്മണ്യ സ്വാമി ചോദിച്ചു. കോൺഗ്രസിനോ BJPയോ ആരും ഉത്തരം പറയത്തില്ല. അത് പണ്ട് തന്നെ കണക്കൂട്ടി സംവരണ പിന്നെ ഈ സവർണവർഗം കരുതിക്കൂട്ടി രാജീവ് ഗാന്ധി ഒപ്പിച്ചു കൊടുത്താണ്. ആ സോണിയാഗാന്ധി ഇന്ത്യയിൽ വന്ന് രാജീവ് ഗാന്ധിയുടെ ഭരണം ഭാരതയും അതിനുശേഷം കോൺഗ്രസ് ഏറ്റെടുത്തുകൊണ്ടാണ് BJP ഇത്ര ഇട്ടത് പെട്ടെന്ന് അധികാരത്തിൽ വന്നത്. മനസ്സിലാകുന്നുണ്ടോ? കോൺഗ്രസ് രാമമൂലി കളിക്കുന്ന 100 വർഷം മണി പട്ടിണി നടക്കാൻ തയ്യാറുന്ന മുസ്ലിം ലീഗ് മുസ്ലിം അണികളെ നേതാക്കളെ BJP ഇത്രയും ആധികാരികമായിട്ട് പെട്ടെന്ന് ഇന്ത്യയിൽ അധികാരം വരാൻ കാരണം സോണി എന്ന സ്ത്രീ ഇന്ത്യയിൽ വന്ന് രാജീവ് ഗാന്ധിയുടെ ഭാര്യയായി ഭരണം അല്ലെങ്കിൽ പാർട്ടിയുടെ ഉത്തരവാദിത്തം ഏറ്റ ശേഷം ഇത്ര പെട്ടെന്ന് വന്നത്. അവിടെയുണ്ട് ചിന്തകൾ. എങ്ങനെയാണ് സഞ്ജീവ് ഗാന്ധി മരിച്ചത്, എങ്ങനെയാണ് ഇന്ദിരാഗാന്ധി മരിച്ചത്, എങ്ങനെയാണ് രാജീവ് ഗാന്ധിയെ കൊല്ലപ്പെട്ടത്, ഇതൊക്കെ പഠിക്കണം. പഠിച്ചതിലൊക്കെ വലിയ രഹസ്യങ്ങൾ എത്രയുണ്ട്. അത് കഴിഞ്ഞ് സോണി അധികാരത്തിൽ കയറ്റാനാണ് അത് ഈ ലോകത്തെ ഏറ്റവും വലിയ മാഫിയ എന്ന് പറഞ്ഞാലോ ഇറ്റാലിയൻ മാഫിയാണ്. അത്രയും ഒരു മാഫിയും ശക്തരല്ല. അമേരിക്ക ശക്തരല്ല. ഈ ഇസ്രായേലിലെ മൊസാദ് പോലും അത്ര ഏറ്റവും ശക്തമായ മാഫിയ എന്ന് പറഞ്ഞത് ഇറ്റാലിയൻ മാഫിയാണ്. ചരിത്രമുണ്ട്. ആ ഇറ്റാലിയൻ മാഫിയയുടെ കളിയാണ്. ഇവരെല്ലാം സാന്ദർഭികമായി കൊല നടത്തിയിട്ട് അത് സോണിയെ അധികാരം ഏൽപ്പിക്കാനാണ് ശ്രമിച്ചത്. പക്ഷെ സോണിയ ഇപ്പോൾ വന്നപ്പോഴന്ന് മറ്റേ ആൾ മാറിപ്പോയി. പ്രസിഡന്റ് പറഞ്ഞ് പറ്റൂലേ പണി, ഇന്ത്യ പൗരത്തിൽ അതൊക്കെ ആകാമല്ല. അങ്ങനെയാണ് ആകാതിരുന്നത്. എന്നാലും 10 വർഷം അവർ ഭരിച്ച് ഇപ്പോൾ 10 ഏതാണ്ട് 90 മുതൽ ഇപ്പം വരും സോണിയയുടെ പിന്നിലാണല്ലോ പ്രതിപക്ഷ പാർട്ടി അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി വെക്കുന്നത്. പിന്നെ എങ്ങനെ മുന്നോട്ട് പോകും? ഇന്ത്യൻ രാഷ്ട്രീയത്തെക്കുറിച്ച്, ഇന്ത്യൻ സാമൂഹ്യ പശ്ചാത്തലത്തെക്കുറിച്ച്, ഇന്ത്യയിലെ സാംസ്കാരിക പശ്ചാത്തലത്തെക്കുറിച്ചൊക്കെ ഈ സോണിയാഗാന്ധിക്ക് എന്ത് ഗ്രാഹ്യമുണ്ട്? ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ ഇന്ത്യയിലെ ഭരണപക്ഷ നേതാവ് എന്നൊക്കെ പറഞ്ഞാൽ വലിയ അംബേദ്കർ എന്തൊക്കെ പറഞ്ഞു, മഹാത്മാഗാന്ധി, പിന്നീട് നെഹ്റുജി, ഒരു പരിധി ഇന്ദിരാജി, ഇവർക്കൊക്കെ ഇന്ത്യയിലെ കാര്യങ്ങൾ അറിയാം. ഇത് ആരെങ്കിലും എഴുതി കൊടുത്ത് വായിക്കുള്ളൂ. സോണിയാഗാന്ധി ആലപ്പുഴക്കാരൻ ജോർജാണ് എഴുതി കൊടുപ്പി. ആ ജോർജ് ഒരു ദിവസം ഇല്ലെങ്കിൽ അന്ന് പത്രസമ്മേളനമില്ല. അന്ന് വയറുവേദനയാണ്. സ്ത്രീകൾക്ക് മാസത്തിലേക്ക് വയറുവരുമ്പോൾ ചിലപ്പോൾ റെസ്റ്റ് കിടക്കാം, ആരും പറയാമല്ലോ. അന്ന് വയറുവേദനയാണ്. അങ്ങനെ എഴുതി കൊടുത്ത് വായിച്ച് മാത്രമാണ്. ഇപ്പോഴും രാഹുൽ ഗാന്ധിക്കോ ആരൊക്കെയോ ഉപദേശിച്ച് പറഞ്ഞു കൊടുക്കുന്നത് പുള്ളി പറഞ്ഞാൽ പുള്ളിക്ക് സ്വന്തമായിട്ട് ഇന്ത്യയിലെ ഇപ്പോഴത്തെ പശ്ചാത്തലത്തെക്കുറിച്ചോ അല്ലെങ്കിൽ BJPയെ എങ്ങനെ മാറ്റി നിർത്താനെ കുറിച്ചൊന്നും യാതൊരു ധാരണയില്ല. ആരോ എഴുതി കൊടുക്കുന്നത്. കുറ്റ ഉദാഹരണം പറഞ്ഞാൽ ജാതി സെൻസ് വീട് കോയിൻ്റെ കൊള്ളാം. പക്ഷെ ഐഡിയ ഇസ് ഗുഡ് ബട്ട് ലെഗ് ഇസ് മൈൻ എന്ന് പറയുമ്പോൾ ഐഡിയ നല്ലതാണ്. പക്ഷെ അത് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുമോ അതൊന്നും ചിന്തിക്കില്ല. ഇപ്പം നമ്മുടെ വീടൻ തലസ്ഥാനം എറണാകുളത്തോട് തോന്നിയില്ല. അത് നല്ല ഉദ്ദേശം പറഞ്ഞ് കിട്ടുന്നില്ല. പക്ഷെ അന്നാലും ചോദിച്ചപോലെ മുൻകൂട്ടായി പോയില്ലേ. അതുപോലെ നമ്മൾ കാര്യം വളരെയധികം സ്റ്റഡി ചെയ്ത് കൗണ്ട് 10 ബിഫോർ ആക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ 10 എണ്ണീട്ട് ഒരു കാര്യം നടത്താതെ അത്ര കൊണ്ട് ആലോചിക്കണം. ജാതി സെൻസ് വേണമെന്ന് നടപ്പാക്കണമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ട് രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്തിൽ 1 ഇഞ്ച് അനങ്ങിയിട്ടുണ്ടോ? വർഷത്തെ പറഞ്ഞിട്ട്
ഒരു കേരളത്തിൽ പോലും കോൺഗ്രസ് ഇപ്പോൾ ഭരിക്കുകയാണ്, കോൺഗ്രസ് ഇതിനു മുമ്പ് ശക്തമാണ്. ഒരു കേരളത്തിൽ പോലും ജാതി സെൻസിനെ കുറിച്ച് മിണ്ടിയ ഒരു പ്രതിപക്ഷ നേതാവായിരുന്നല്ലോ 5 വർഷം നമ്മുടെ സതീശൻ മേനോനെ ആയിട്ട് ഒരു അക്ഷരത്തെ കുറിച്ച് മിണ്ടിയോ? ഇപ്പോഴും മിണ്ടോ? ഇനിയും മിണ്ടോ? അപ്പൊ ഇതെല്ലാം ഉരുണ്ട് കളിയും തട്ടിപ്പാണ് മനസ്സിലാക്കുന്നത്. വഞ്ചനാണ്. ഈ മുസ്ലിം സമുദായത്തെ, പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളെ, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തെ ഇവരെല്ലാം വോട്ട് ബാങ്ക് വേണ്ടി പറ്റിക്കുകയാണ്, വഞ്ചിക്കുകയാണ്. ആത്മാർത്ഥമില്ല. അവർക്ക് ചെയ്യാൻ പറ്റില്ല. അവർ ഒറ്റപ്പെടാൻ താല്പര്യമില്ല. അവർക്ക് ഭരണം നിലനിൽക്കുന്നുണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, 4-5 പേർക്ക് 2-3 വർഷം കൂടി ഭരിക്കാൻ വേണ്ടിയാണ് ഈ യുദ്ധം ഉണ്ടാകുന്നത്. ഇന്നലെ ഞങ്ങൾ പറഞ്ഞ് അണ്വായുധത്തിലേക്ക് അമേരിക്ക കടക്കുമെന്ന്. ഇന്ന് രാവിലെ വാർത്തയിൽ വേറെ ആരോ ഒരു ചിന്തകൻ പറഞ്ഞു അമേരിക്കനെ കുറിച്ച് ചിന്തിക്കുമോ. ഞങ്ങൾ ഇന്നലെ പറഞ്ഞത്, ഇന്ന് രാവിലെയാണ് ആ പാർട്ടി പറഞ്ഞിങ്ങനെ. അല്ല, രക്ഷയില്ല. കാരണം ഒരു നിലക്കും 5 കോടിയോളം വരുന്ന യുവാക്കളായ ഇറാനികളെ നശിപ്പിക്കാൻ, യുദ്ധത്തിൽ നശിപ്പിക്കാൻ അമേരിക്ക സാധിക്കില്ല. പിന്നെ അങ്ങനെ രക്ഷയില്ലാതെ വരുമ്പോൾ അവരെന്ത് ചെയ്യുക? അണുവായുധം ഉപയോഗിക്കും. ഉപയോഗിക്കുന്ന അന്ന് ഹിരോഷിമയിൽ ഇട്ടുപോലൊന്നുമല്ല, അതൊക്കെ ലിറ്റിൽ പോയായിരുന്നു. കുഞ്ഞു കുട്ടിയായിരുന്നു. ഇതൊക്കെ വലിയ കുട്ടിയാണ്. ട്രംപ് എന്ത് പോളിസി ഉണ്ട്? ഇന്ന് അമേരിക്കയിലെ യഹൂദന്മാര് നെത്യന്യാഹുവിനേക്കാൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് സറാബ്ജിനാണ്, അവിടുത്തെ മേയറാണ്. കാരണം അയാൾ മനുഷ്യത്വമുണ്ട്, മുസ്ലിം ആയതുകൊണ്ടല്ല, മനുഷ്യത്വമുണ്ട്. നമ്മൾ എന്ത് കാരണത്തെ പേരാലും ആൾക്കാരെ കൊല്ലാൻ പ്രോത്സാഹിപ്പിക്കുന്ന ഏത് മനുഷ്യൻ നമ്മൾ എങ്ങനെ മനുഷ്യത്വമുള്ളൂ എന്ന് പറയാൻ പറ്റും? ട്രംപ് അവനാണോ? നെത്യന്യാഹു അവനാണോ? ഇറാനിൽ കൊല്ലുന്നുണ്ട്, അത് തെറ്റ് തന്നെയാണ്. പക്ഷെ അവർക്ക് അവരെ നിൽക്കാൻ വേണ്ടിയാണെന്ന് പറയാം. ഇസ്രായേൽ എന്താണോ? അമേരിക്ക അതാണോ? അങ്ങനെ ലോകം നാശത്തിന്റെ വക്കിലേക്കാണ്. ഇന്ത്യയിൽ ജനങ്ങൾ കഷ്ടപ്പെടാണ്. വില വർദ്ധനോട്ട് പറ്റുള്ളൂ. ആരും ചിന്തിക്കുന്നുണ്ടോ? വില വർദ്ധനവരെ ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടി ആയിരിക്കുമോ? ഇപ്പൊ ഈ പാറ്റ എന്ന് പറഞ്ഞ പാർട്ടി ഇത്രയും കോലാഹലം ഡൽഹിയിൽ ഉണ്ടാക്കുന്നുണ്ട്. എത്ര ദിവസമായി ഒരു ജന്തർ മന്ദറിലും. ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടി ആരെങ്കിലും തിരിഞ്ഞു നോക്കുന്നുണ്ടോ? അവര് നമ്മുടെ മമത പറയുമ്പോൾ ഞങ്ങളെക്കൊണ്ട് മാത്രം BJP താഴെ ഇറക്കണം, അത് ഞങ്ങൾക്ക് പ്രധാനമാണ് എന്നുള്ളൊരു കള്ളച്ചിന്തയും ഒരു 5 ചിന്തയല്ലാതെ എല്ലാവരും പങ്കെടുപ്പിച്ച് നമുക്ക് വിശാലമായ ഒരു മുന്നണി അല്ലെങ്കിൽ പ്രസ്ഥാനം ഉണ്ടാക്കിയിട്ട് അങ്ങനെ BJP താഴെ ഇറക്കണമെന്ന് പണ്ട് ജയപ്രകാശ് നാരായണ പോലെ ആ ഒരു ചിന്ത എൻ്റെ ഈ മണ്ടന്മാർക്ക് വരുന്നില്ല, എൻ്റെ പ്രതിപക്ഷ പാർട്ടിയിൽ വരുന്നില്ല. അന്ന് ലക്ഷക്കണക്കിന് ആൾക്കാരെ പങ്കെടുപ്പിച്ചിട്ടുണ്ട്. ഇലക്ഷൻ ഈ വോട്ടിംഗ് മെഷീനെ കുറിച്ച് എതിർത്തിൽ ഒരു റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് സുപ്രീം കോർട്ട്, അദ്ദേഹം 90 വയസ്സ്, അദ്ദേഹം വല്ല ആവശ്യമുണ്ടോ? അത് ജനങ്ങൾക്ക് വേണ്ടിയാണ്. ഇപ്പൊ ഞാനോ 10-77 വയസ്സ് ഞാനില്ലേ അടുത്ത തലമുറക്ക് നമ്മൾ പ്രവർത്തിക്കുന്നത്. ഈ തലമുറക്ക് വേണ്ടി പ്രവർത്തിക്കുകയും അടുത്ത തലമുറക്ക് വേണ്ടി ചിന്തിക്കുകയും ചെയ്യുമ്പോഴേ മനുഷ്യൻ ജീവിതം പൂർത്തിയാവുള്ളൂ. അങ്ങനെ ഞങ്ങൾ ചെയ്യുന്നത് ആ ജഡ്ജി ചെയ്തങ്ങനെയാണ് എന്ന് രാഹുൽ ഗാന്ധിയൊക്കെ തിരിഞ്ഞു നോക്കിയോണ്ട് വോട്ടിംഗ് മെഷീൻ വേണ്ടത് പറഞ്ഞല്ലോ. കാരണം ഒരുമിച്ച് കൂടെ സാധ്യമല്ല. ഒറ്റക്ക് അധികാരം പിടിച്ച് എനിക്കെല്ലാം ആകാന്നാണ് മമത പറഞ്ഞ പോലെ. മമത എന്താ ഇപ്പൊ കരുതുന്ന പോലെ ഭൂരിമഴ എന്താണ് ഞാൻ മാത്രം മതി എന്നാണ്. ഇപ്പൊ തകർന്നില്ലേ? എല്ലാം തീർന്നില്ലേ? രാഹുൽ ഗാന്ധിക്ക് പറയാൻ മറ്റെല്ലാവരും ചേർത്തിട്ട് അത് ജയപ്രകാശ് നാരായണൻ പറഞ്ഞ പോലെ BJP ഒഴിച്ചുള്ള എല്ലാ പ്രസ്ഥാനങ്ങളും പാർട്ടികളും നമ്മളെ ഒരേ കുടക്കയിൽ നിർത്തി മുന്നണിയിൽ നിൽക്കണം എന്ന് പറഞ്ഞ് കൂടെ നിർത്താൻ ഈ രാഹുലിന് സാധിക്കുന്നുണ്ടോ? പോട്ടെ, ഇന്ത്യയിലെ ഏതെങ്കിലും പ്രതിപക്ഷ പാർട്ടിക്ക് അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ? വലിയ ബുദ്ധിരാഷ്ട്രമാണല്ലോ ശിവശങ്കർ, ബാംഗ്ലൂര്, കർണാടകയിലെ. ആ ശിവശങ്കർ പോലും അങ്ങനെ ചിന്തിക്കുന്നതുകൊണ്ട് അങ്ങനെ ചിന്തിക്കണം ഞങ്ങൾ വന്നത്. അത് മാതൃക മൊയ്തീൻ ഷാ അല്ല മാതൃക, അല്ലെങ്കിൽ മൊയ്തീൻ ഷാ ഗ്രൂപ്പില്ല, ജയപ്രകാശ് നാരായണനാണ്. നമ്മളെക്കാളൊക്കെ എത്രയോ മിടുക്കനായിരുന്നു, അല്ലെങ്കിൽ എത്രയോ താത്വികനായിരുന്നു അദ്ദേഹം ബുദ്ധിപരമായിട്ടും എല്ലാം. അല്പസ്വല്പം അവസാന കാലത്ത് അല്പസ്വല്പം RSS ചായ്വ് കാണിച്ചു, അതൊക്കെ സാഹചര്യമാണ്. അപ്പൊ നമ്മുടെ പ്രസിഡന്റ് ആയത് അതും അവസാനമോ കാണിച്ചില്ല, അതൊക്കെ അവസാനം എന്നത്. അദ്ദേഹം കാണിച്ച ആ ഒരു രീതി ഇന്നത്തെ പ്രതിപക്ഷ പാർട്ടികൾക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ?
അതിനർത്ഥം ഒറ്റ കാര്യമുള്ളൂ, ശപഥത്തിൽ നിർത്താം. ഒന്ന്, അവിടെ കോൺഗ്രസിൽ താഴെ ഇറക്കാൻ എല്ലാവർക്കും ആത്മാർത്ഥം ഉണ്ടായിരുന്നു. ഇവിടെ BJP താഴെ ഇറക്കാൻ അന്നത്തെ പോലെ ആത്മാർത്ഥം ഇല്ല. പലരും അത് ആത്മാർത്ഥമായിട്ടല്ല, കിട്ടിക്ക് എനിക്ക് അല്ലെങ്കിൽ പുള്ളിക്കെന്ന് പറഞ്ഞ പോലെ. പണ്ട് ഒരാൾ പെണ്ണ് കാണാൻ പോയി, മകന് വേണ്ടിയാണ് പോയത്. അപ്പോൾ അടിച്ചപ്പോൾ അത് അദ്ദേഹം പറഞ്ഞ് ഒത്തിങ്കിൽ പുള്ളിക്ക് അല്ലെങ്കിൽ എനിക്ക് എന്ന് പറഞ്ഞ പോലെ, ഒത്തിങ്കിൽ വേണം എനിക്ക് വേണം, അല്ലെങ്കിൽ BJPക്ക് എന്ന് പറയുന്ന കോൺഗ്രസ് നേതാക്കൾ അധികവും. കമ്മ്യൂണിസ്റ്റിനെ കുറിച്ച് പറയണ്ടല്ലോ, അത് പിന്നെ എഴുതപ്പെട്ട ഇതല്ലേ എഴുത്തുന്നത്. അപ്പോൾ അങ്ങനെ അതിസങ്കീർണമായ വഴിയിൽ കൂടി ഇന്ത്യൻ രാഷ്ട്രീയം കടന്നു പോകുമ്പോൾ പടച്ചവനെ അള്ളാഹു ദൈവമേ ഈശ്വര, ഞങ്ങൾ മുസ്ലിം സമുദായത്തിന് വേണ്ടി ഒരു ഉപദേശം പറയാൻ നിർദ്ദേശം കൊടുക്കാൻ പറ്റുന്നില്ല. 2 ചാൻസ് ഉണ്ടായിരുന്നു. ഒന്ന്, അവരായിട്ട് സപ്പോർട്ട് ചെയ്യാന്നുള്ളത് ഞങ്ങൾ നേരത്തെ പറഞ്ഞത്. പക്ഷെ അതിലും ഭവിഷ്യത്ത്, അതിൻ്റെ തടിയൊഴുക്കും നോക്കുമ്പോൾ അതിലുണ്ട് ഭവിഷ്യത്ത്. സപ്പോർട്ട് ചെയ്യാതെ എന്നാൽ ഈ കോൺഗ്രസിലും കമ്മ്യൂണിസ്റ്റ് സംഭവിച്ചാലും അപകടമുണ്ട്. അപ്പോൾ ഏത് നിലക്ക് നോക്കിയാലും മുസ്ലിങ്ങൾക്ക് ഭാവി ഭദ്രമല്ല, അപകടം തന്നെയാണ്. പിന്നെ ഒറ്റ വിശ്വാസം ഇതാണ്, ഭൗതിക നേട്ടമല്ല ആത്മീയ നേട്ടമാണ്. അതാണ് യഥാർത്ഥ മുസ്ലിംമാരുടെ ചിന്ത ഉള്ളതുകൊണ്ട് നിരാശപ്പെടാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താണ്. നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.